ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. മാനസം കലങ്ങി മാനസം കനിഞ്ഞിടുവനാ, ഗാനമാല്യമേകിടുവനാ. മാനസം കനിഞ്ഞിടുവനാ, ഗാനമാല്യമേകിടുവനാ. ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാറതുണ്മയുള്ളോരേ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാറതുണ്മയുള്ളോരേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നു, വല്ലഭാത്മമാരി നൽകണേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നു, വല്ലഭാത്മമാരി നൽകണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ന്യായവിധി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ. ന്യായവിധി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ,
പരിശുദ്ധൻ. യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. ദൈവത്തെ ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നുമുണ്ടെങ്കിൽ നാം ആവശ്യപ്പെടുന്നു. ശരി, വുഡ് യു പ്ലീസ്? കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തുന്നതിനായി നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽക്കാലവും മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ മഹാലിംഗമാണ്. മഹാലിംഗം പാസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്ന വിരുദനഗർ എന്ന സ്ഥലത്ത് നിന്നാണ്, തമിഴ്നാട്ടിലുള്ള വിരുദനഗറിൽ നിന്നാണ് നമ്മളോട് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു നാടോടി സംഘത്തില്, ഒരു ഒട്ടർ എന്ന് പറയുന്ന ഒരു സമൂഹത്തില് പലയിടങ്ങളിൽ അവർ സഞ്ചരിക്കുകയും അങ്ങനെ പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുപ്പനാളുകളിൽ കടന്നു പോകുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്കറിയാമല്ലോ, ആ കൂട്ടരുടെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ആ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ ചില കേസുകളിനകത്തൊക്കെ അകപ്പെടുകയും അതുമൂലം തിരുവനന്തപുരത്ത് ജയിലിൽ ആകേണ്ടി വന്നു. എന്നാൽ അത്ഭുതകരമായി കർത്താവിന്റെ സ്നേഹത്തെ ആ ജയിലിൽ വെച്ചാണ് കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാനിടയായത്. സഹ തടവുകാരിൽ നിന്നാണ് സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയുവാനിടയായതും തന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി ശേഷം അത്ഭുതകരമായി ദീർഘവർഷങ്ങൾ ജയിലിൽ കണ്ടതായിരുന്നു. എന്നാൽ അത്ഭുതകരമായി കർത്താവ് പുറത്തു കൊണ്ടുവന്ന ഇന്ന് വിരുദനഗർ എന്ന സ്ഥലത്ത് ഒരു ചർച്ച് പാസ്റ്ററായി അനേകരെ ക്രിസ്തുവിങ്കിലേക്ക്, തന്റെ സമൂഹത്തിൽ നിന്നും ഒത്തിരി പേർ ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ ഇടയായിട്ടുണ്ട്. ആ കുടുംബത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മളോട് ആ അത്ഭുത സാക്ഷ്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുവാനായിട്ട് പാസ്റ്റർ മഹാലിംഗം നമ്മളോടൊപ്പമുണ്ട്. വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി പാസ്റ്റർ മഹാലിംഗത്തെ പറയുന്നതിനായി ക്ഷണി. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കുഴപ്പമില്ല. ശബ്ദം കേൾക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കുറെ കാലം കൂടി ദൈവസന്നിധി നമുക്ക് ദൈവം നൽകി തന്ന വലിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത മേരിക്കുട്ടി സിസ്റ്ററാണ്. പ്രത്യേകം അവർക്ക് നന്ദി പറയുന്നു. പിന്നെ ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഈ മീറ്റിംഗ് കൊണ്ട് നടത്തിപ്പോകുന്ന ദൈവദാസന്മാരുകൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരെയും എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല. ഞാൻ ഒരു മാസം കൊണ്ടാണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുകയും ഇങ്ങനെ വരുകയും ചെയ്യാനിടയായി. ഇന്ന് എനിക്ക് തന്ന ഈ ഒരു അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. പറഞ്ഞത് കേട്ട എൻ്റെ പേര് മഹാലിംഗം എന്നാണ്. തമിഴ്നാട്ടിൽ സ്വദേശിയാണ്. തമിഴ്നാട്ടിൽ വിരുദനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ കർത്താവിന്റെ വേലയുമായി ഇരിക്കുന്നു. കർത്താവിന്റെ വേല സംബന്ധമായി ഇരിക്കുന്നതിന് മുമ്പേ എനിക്കൊരു ജീവിത വിളക്കം ഉണ്ടായിരുന്നു എന്ന് ഒരു സഹോദരിയുടെ മുഖാന്തരം നിങ്ങൾ കേൾക്കുവാനിടയായി. എന്നാൽ കർത്താവ് എന്നെ രക്ഷിച്ചതും കർത്താവ് എന്നെ സ്നേഹിച്ചതും ഒരു പ്രത്യേക സ്ഥലത്തിലായിരുന്നു എന്നും ഞാൻ എൻ്റെ ദൈവനാമത്തിൽ പറഞ്ഞ് എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു.
പക്ഷേ സമയം കൂടി പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമം നടത്തും. കുഴപ്പമില്ല പാസ്റ്റർക്ക് ഒരു 40 മിനിറ്റ് എടുക്കാം. 40 മിനിറ്റ്. ശരി, ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വചനം വായിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനമായിട്ട് സാക്ഷിയായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിലെ 11-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൽ 11-ാം വാക്യം. ആർക്കെങ്കിലും അത് മലയാളത്തിൽ വായിച്ചാൽ കൊള്ളായിരുന്നു. പാസ്റ്റർ ഒന്ന് വായിക്കാമല്ലോ. ഞാൻ തമിഴാണ് വെച്ചിട്ട് ബൈബിൾ കുഴപ്പമില്ല, എഴുതി വെച്ചിട്ടുള്ളത്. കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. അപ്പോസ്തല നടപടി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അതിൽ 11-ാം വചനമാണ് ഞാൻ വായിക്കുന്നത്. பேதுருவுக்கு தெளிவு வந்தபோது ஹெரோதின் கைக்கும் யூத ஜனங்களின் எண்ணங்களுக்கும் என்னை விடுதலையாக்கும்படிக்கு கர்த்தர் தம்முடைய தூதனை அனுப்பினார் என்று நான் இப்பொழுது மெய்யாய் அறிந்திருக்கிறேன். நம் കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നന്ദിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്നതിനാകാം. ദൈവമഹത്വം വെളിപ്പെടുവാൻ കർത്താവെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എന്റെ പേര് മഹാലിംഗം. ഞാൻ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. പറഞ്ഞത് കേട്ടതുപോലെ ഞാൻ നാടോടി ജനത്തിൽപ്പെട്ടതാണ്. നാടോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, കേട്ട് കാണും. പലതായിരിക്കുന്ന ഈ റോഡ് സൈഡുകളിലും കടവരാന്തയിലും സ്കൂളിന്റെ വരാന്തകളിലും കിടക്കുന്നതായിരിക്കുന്ന ഒരു ജനത്തിൽ മധ്യയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. പ്രത്യേകിച്ച് പറയാൻ തക്കവണ്ണം പാരമ്പര്യമൊന്നുമില്ല, പദവികളൊന്നുമില്ല. നടുത്തെരുവുകളും റോഡിന്റെ വരാന്തകളും മാത്രമേ ഞങ്ങൾക്ക് താമസവും കിടപ്പാടങ്ങളും ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ക്രൂരവൃത്തം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അണ്ടർഗ്രൗണ്ടിൽ തന്നെ ജീവിതമായിരുന്നു. കാടാറ് മാസം നാടാറ് മാസമാണ്. ഒരിക്കലും ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടിന്റെ മുറ്റത്ത് പോയി തന്നെ കിടക്കും. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് അകത്ത് കയറി പോകത്തില്ല. ഗ്രാമങ്ങളിൽ ദൂരെ തന്നെ ഞങ്ങൾ ടെണ്ടടിക്കുകയും ആ കാടുകളിലും ആ ആറുകളിലെ സൈഡിലും അങ്ങനെ എവിടെയൊക്കെ കാടുകളുണ്ടോ വീടിന്റെ ഗ്രാമങ്ങളിൽ അകത്ത് തന്നെ പോകത്തില്ല. കാരണം നാട്ടിനും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. നാട്ടിനകത്ത് പോകണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരാൾ പോയി എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കാട്ടിനകത്തോ ഈ റോഡ് സൈഡിനകത്തോ എവിടെയെങ്കിലും ആൾക്കാർ കൂടുതൽ ഇല്ലാത്ത സ്ഥലത്തിലാണ് ഞങ്ങൾ വസിക്കുന്നതും ജീവിക്കുന്നതും. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കാണുന്നത്. നാട്ടുകാരെ കണ്ടാൽ ഞങ്ങൾക്കൊരു പേടിയാണ്. നാട്ടുകാർക്കും ഞങ്ങൾക്കും യാതൊരു ബന്ധമില്ല. അവർ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്, നമ്മൾ വേറെ ഒരു ജാതിയാണ് എന്നൊക്കെ ചിന്തിച്ച് ആൾക്കാരെ കാണുമ്പോൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവമുള്ള ഒരു കുടുംബത്തിലും ഒരു നാടോടി ജനങ്ങളുടെ പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1980 എൻ്റെ ജനനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എൻ്റെ ജനന ദിവസങ്ങളോ ഇല്ല, അത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പിറന്ന തീയതി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ജനിച്ചു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എപ്പോ ജനിച്ചു, എങ്ങനെ വളർന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛൻ നല്ല ഒരു കുടിയനായിരുന്നു. ഒന്നാന്തര കുടിയൻ എന്നാണ് പുള്ളിയെ കുറിച്ച് ഞാൻ അറിവിൽ കേൾക്കപ്പെടുന്നത്. അത് മാത്രമല്ല, എൻ്റെ കൂടെ പിറന്ന സഹോദരന്മാർ, അതുപോലെ എൻ്റെ അമ്മ ഉള്ളടക്കം വരെ എല്ലാവരും നല്ല കുടിയിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് വിളക്കിയിട്ട് ചായ കുടിക്കുന്നതിന് പകരമായി ചാരായമാണ് കുടിച്ച് വളർന്ന ഒരു കുടുംബത്തിൽ പിറക്കപ്പെട്ടവനാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ കൂടെ പിറന്ന കുറെ സഹോദരന്മാരുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ അവരായിരിക്കുന്നു. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ
ഈ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ദൈവം ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവിച്ചു വരുമ്പോ തന്നെ ഒരു 20 വയസ്സ് കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിലേക്ക് ആ 1980 നിന്ന് 20 വർഷം വരെ എൻ്റെ ജീവിതം തന്നെ ഒരു തരികിടം മറിഞ്ഞ ജീവിതമായിരുന്നു. പാവപ്പെട്ടവന്റെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. എന്ന് വെച്ചാൽ ഏറെ നാட்கள் പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. ആരെങ്കിലും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർന്നു വരുമ്പോ കുട്ടി എന്തെങ്കിലും ആഹാരം ചോദിക്കുമ്പോ അത് തള്ളയും തന്തയും എന്തു ചെയ്തു? അവർക്ക് വേണ്ടിയതായിരിക്കുന്ന ആഹാര ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുത്താണ് വളർത്തും. പക്ഷെ എൻ്റെ തള്ളയും തന്തയും എന്നെ വളർത്തിയത് അങ്ങനെയല്ലായിരുന്നു. അവർ വളർത്തുന്ന വിധം എങ്ങനെയാണെന്ന് അറിയാമോ? അവർ പട്ടിണി വിശപ്പ് ഉണ്ടാകുമ്പോ ഒരു വലിയ ഒരു പാത്രം എടുത്ത് എൻ്റെ കയ്യിൽ തന്നേച്ചിട്ട് തെരുവുകളിലേക്ക് ഇറക്കി വിടും. ചെന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് നീ എനിക്കും മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു വിടുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ രാത്രികളിലെ വീടുകളിലെ കയറിപ്പോയി ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടും പട്ടിണി കിടന്നിട്ടും ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കിടന്ന് തെരുക്കളിലേക്ക് കിടന്നിട്ടുണ്ട്. നല്ല ഷർട്ട് ഇട്ടിട്ടില്ല, നല്ല ഉടുപ്പ് ഇട്ടിട്ടില്ല, അതിനെ പോലും കാണാൻ പോലും ഒരു കൊതി അത്ര ദിവസങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ഒരു അമ്മയുടെ മുട്ടായി മേടിക്കാൻ വേണ്ടി ഒരു 10 പൈസ ചോദിക്കുമ്പോ അമ്മ പറയുന്നത്, നീ തെരുക്കളിലേക്ക് ഇറങ്ങിപ്പോ, നാട്ടുകാരൻ്റെ അടുത്ത് പോ, നീ പിച്ചയെടുത്ത് എനിക്ക് പൈസ മേടിച്ചോണ്ട് വാ. അങ്ങനെ പറഞ്ഞ് വളർത്തിയ ഒരു മകനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ അനേക സ്ഥലങ്ങളിലെ കേരളത്തിലൊക്കെ വരുമ്പോ ചെറുപ്രായം തൊട്ട് കേരളത്തിൽ തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിലേക്ക് തിരുവനന്തപുരത്തിലൊക്കെ വരുമ്പോൾ ആ സിറ്റിക്കകത്തൊക്കെ റോഡ് സൈഡിൽ നടക്കുമ്പോൾ ഇന്ന് അവിടെയൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ദൈവം എന്നെ എന്തുമാത്രം ഉയർത്തി വെച്ചിരിക്കുന്നു എനിക്ക് പറയുവാനിടയാകും. എൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുവാനിടയാകും. റോഡ് സൈഡില് വലിയ വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ കടന്നുപോയി തുണി പൊക്കി, ഷർട്ട് പൊക്കി, വയറും കാണിച്ച്, വയറടിച്ച്, കൈ കാണിച്ച്, കൈ നീട്ടി എനിക്ക് വല്ലതും തരണേ എന്നുള്ള ചോദിച്ച് മേടിച്ച് ജീവിച്ച ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നല്ല നെല്ലരി ചോറ് കിട്ടിയിട്ടില്ല എനിക്ക്. എൻ്റെ അമ്മ നല്ല നെല്ലരി ചോറ് തരണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ റോഡ് സൈഡിലൊക്കെ അരി, ഈ ഗുഡൌണിൽ നിന്ന് അരി വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് കൊണ്ടുവന്ന് ഇറക്കുന്ന സ്ഥലത്ത് ഈ അരിയൊക്കെ വെളിയിൽ വന്ന് വേസ്റ്റൊക്കെ വെളിയിൽ തള്ളിവിടും. ആ തള്ളിവിടുന്ന അരിയെ എടുത്തോണ്ട് വന്ന് അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലുള്ള അരി എടുത്ത് എനിക്ക് കഞ്ഞി വെച്ച് എൻ്റെ അമ്മ ഒരുപാട് ദിവസങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു രാത്രി, ഒരു പകൽക്കാലത്തിൽ എനിക്ക് ഒരുപാട് വിശപ്പുണ്ടായി. സഹിക്കാൻ പറ്റാത്ത ഒരു വിശപ്പുണ്ടാകുമ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ടൗണിലേക്ക് പോകുവാനിടയായി. എൻ്റെ സഹോദരിമാർ ഞങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ പോകുമ്പോ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് എടുത്തതായിരിക്കുന്ന ഒരു പഴത്തെയാണ് ആദ്യമായിട്ട് ഒരു 7 വയസ്സാകുമ്പോൾ ഞാൻ എടുത്തത്. എനിക്ക് വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ആ വിശപ്പ് കൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിപ്പോയി ഒരു കടയുടെ വരാന്തയിൽ പോകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെയൊക്കെ കൊയ്യാപ്പഴം, ഞങ്ങളുടെ നാട്ടിൽ കൊയ്യാപ്പഴം എന്ന് പറയും, മലയാളത്തിൽ പേരിക്ക എന്ന് പറയും. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എടുത്തത് ആദ്യമായിട്ട് ആ പഴം എടുത്ത് ഞാൻ കഴിക്കുന്ന മുമ്പ് തന്നെ അതിന്റെ ഉടമസ്ഥൻ ഓടി വന്ന് എൻ്റെ മുടിക്ക് പിടിച്ചിട്ട് എന്നെ ചെവിക്കൽ 2 അടിയും തന്ന്, നീ വയസ്സിൽ തന്നെ മോട്ടിക്കുന്നടാ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുവാനുണ്ടായി. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം കാണും. കാരണം വെച്ചാൽ കല്യാണം നടന്നാൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ കല്യാണത്തിൽ മാത്രമേ നല്ല ഭക്ഷണം കിട്ടത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം. റേഡിയോ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പാത്രങ്ങൾ എടുത്തോണ്ടും റോഡിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുവാനിടയാകും. അങ്ങനെ പോയിരിക്കുമ്പോ ഒരു കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് പോയിരിക്കുമ്പോ അപ്പൊ എനിക്കൊരു 10 വയസ്സൊക്കെ കാണും. അപ്പൊ ആ മണ്ഡപത്തിന് അരികിലേക്ക് പോകുമ്പോൾ നല്ല കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അകത്ത് കയറി ആ കല്യാണശാലയിലേക്ക് വന്ന് എല്ലാവർക്കും ചോറ് വിളമ്പുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കയറി എടുക്കുവാനിടയായി. എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊണ്ട് വരുമ്പോ എനിക്കും ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊണ്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് പുള്ളിക്കാരൻ നോക്കി വെച്ചിട്ട് നീ ആരാന്ന് ചോദിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ആ വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുന്ന മുമ്പ് തന്നെ
എന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുവാനിടയായി. കാരണം അത് ഒരു ബ്രാഹ്മണന്റെ കല്യാണമായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസങ്ങളും അനുഭവങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചടിച്ച് ഓടി വന്നു. എന്ന് വെച്ചാൽ നാടോടി ജനങ്ങൾ പറയുമ്പോൾ വെറുക്കപ്പെടുന്നതാണ്, ഒതുക്കപ്പെടുന്നതായിരിക്കുന്ന ജനങ്ങളാണ്. അവരെ ആരും കയറ്റത്തില്ല, വീട്ടിനകത്ത് കയറ്റത്തില്ല, വീട്ടു മുറ്റത്തിൽ പോലെ ഇരുത്തത്തില്ല. എന്തെങ്കിലും ഭക്ഷണം തരുന്ന അവർക്ക് തോന്നിയാലും ഞങ്ങളുടെ കയ്യിലാണ് വെള്ളം ഒഴിച്ച് തരും. ഇങ്ങനെ കയ്യേന്തിയാണ് ഞാൻ വെള്ളം കുടിക്കണം. അങ്ങനെ കുടിച്ചില്ലെങ്കിൽ അവർ പാത്രത്തിൽ വെള്ളം തരത്തില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശപ്പ് ഒരുപാട് ഉണ്ടായപ്പോ എൻ്റെ ആ ഒരു വീട്ടുകാർ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുന്നോ എന്ന് ചോദിച്ചു. ആ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോ ആ അമ്മച്ചി പറഞ്ഞു, ഒരു മുറ്റത്ത് ഒരു കല്ല് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കല്ലിനകത്ത് ഒരു സൈഡ് പട്ടിക്ക് ചോറ് വെച്ചിട്ടും ഒരു സൈഡ് ഇങ്ങനെ എനിക്കും ചോറ് വെച്ച് തന്നിട്ട് ഈ ചോറെടുത്ത് കഴിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോറ് കഴിക്കത്തില്ല, പട്ടിക്ക് വയ്ക്കുന്ന സ്ഥലത്തിലാണല്ലോ എനിക്ക് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോകുവാണ്. ഇങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അതുമാത്രമല്ല, ഇങ്ങനെ പിച്ച യാചിച്ചും ഇങ്ങനെ പിച്ചയെടുത്തും എവിടെ സ്ഥലം കണ്ട ചോറ് കണ്ട ഇടം സ്വർഗം എന്ന് പറയുന്ന പോലെ അവിടെ തന്നെ കഞ്ഞി വെച്ചും അവിടെ തന്നെ കയറി കിടന്നും എല്ലാം അവിടെ തന്നെ ഞങ്ങൾ ചെയ്യും. റോഡിന്റെ സൈഡിലാണ് ഞങ്ങളുടെ കയറി താമസം, വീടുകളൊക്കെ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടർ തന്നെ ഞങ്ങളുടെ കൂട്ടമുണ്ട്. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന കൂട്ടർ അനേകരും നിങ്ങളുടെ കണ്ണിൽ കാണുവാനിടയാകും. അങ്ങനെ ജീവിച്ചു വന്നപ്പോ നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരു കുഞ്ഞിനെ വളർത്തുമ്പോ ഒരു അമ്മ ചെയ്യുന്ന ഒരു പണി എന്തായിരിക്കും? ഒരു കൈ വെച്ചുകൊണ്ട് ആ കുഞ്ഞിന് പാൽ പൊട്ടിയാണ് വെച്ച് പാല് കൊടുത്താണ് കുട്ടിയെ വളർത്തും. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനെയും ഞങ്ങളെ വളർത്തിയത് അങ്ങനെയല്ലായിരുന്നു. ഈ പൊക്കത്ത് നിങ്ങളൊക്കെ കണ്ടു കാണും, ഈ സൈഡിലേക്ക് ഒരു പൊക്കണം കെട്ടി വെച്ചിട്ട് അവിടെ ഒരു സൈഡിലേക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു പൊക്കണം കെട്ടി വെക്കും. ആ അപ്പുറത്ത് കിടക്കുന്ന പൊക്കണത്തിൽ എന്ത് കിടക്കുന്നറിയാമോ? കുപ്പിയാണ് കിടക്കും, ഭ്രാന്തി കുപ്പി. ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ അവർക്ക് മനസ്സ് വരത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. ഈ കുടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെ അവരുടെ കുടുംബം എല്ലാവരും ജീവിച്ചു. അത് തൊട്ട് തന്നെ എൻ്റെ സഹോദരിമാർ കുടിക്കാൻ തുടങ്ങി, എൻ്റെ സഹോദരന്മാർ കുടിക്കാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാവരുടെ ജീവിതവും അത് തന്നെ ആയിരുന്നു. അത് മാത്രമല്ല, അണ്ടർഗ്രൗണ്ടിൽ ഞങ്ങളുടെ ഒരു ചെയ്യുന്ന ഒരു കുറ്റവൃത്തി എന്ന് വെച്ചാൽ ഭയങ്കര കൊള്ളയടിക്കുന്ന ഒരു കൂട്ടങ്ങളാണ്. ഭയങ്കരമായിട്ട് കൊള്ളയടിച്ച് അവിടെ കൊള്ളയടിച്ച് പണം കൊണ്ടുവന്ന് നാട്ടിലേക്ക് വന്ന് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം എനിക്കില്ലായിരുന്നു. അങ്ങനെ മോട്ടിക്കാനൊക്കെ പോകില്ല, എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം എൻ്റെ അമ്മ പാട്ട പറക്കി, റോഡ് സൈഡിലെ പാട്ട പറക്കി കുറേച്ചൊക്കെ സാധനങ്ങളൊക്കെ ഒപ്പിച്ചെടുത്ത് കടസി മൗനായത് കൊണ്ട് എന്നെ എൻ്റെ അമ്മ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഒരു 1.5 സെന്റ് സ്ഥലം മേടിച്ചു തന്നു. ആ സ്ഥലത്തിൽ ഞങ്ങൾ വസിച്ചു കൊണ്ടുവന്നു. ചെറ്റക്കൂടൽ കെട്ടി അവിടെ തന്നെ ജീവിച്ചു കൊണ്ടുവന്നു. ഒരു ദിവസമാകുമ്പോൾ എൻ്റെ ചേട്ടന്മാർക്ക് ഇതുപോലെ കേസിൽ അകപ്പെട്ട് അവർ മുഴുവതും ജയിലിനകത്ത് ആകുവാനിടയായി. ആ ജയിലിനകത്ത് ആയപ്പോൾ അവരെ വീട്ടെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഈ കോടതി കൊണ്ടുപോയി ഈ കേസിന് വേണ്ടി ഈ ആധാരം കൊണ്ട് അടമാനം വെച്ചു. അതിനു വേണ്ടി കേസുകളൊക്കെ നടത്തി തോറ്റുപോയി. അപ്പോഴും അവർക്ക് ജയിൽ ശിക്ഷയായി. ഇതൊക്കെ ചെറുപ്രായത്തിൽ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമാകുമ്പോൾ ഇതിന് പലിശ അടിക്കാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അമ്മയെ ആ പലിശക്ക് കൊടുത്തവൻ വന്ന് ചെവിട്ടിൽ അടിക്കുകയും അവിടെ നിന്ന് എന്നെ ഇറക്കി വിടുകയും ചെയ്തു. ഞാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് അവരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച് വരുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതായിരിക്കുന്ന 3 കാര്യം മനുഷ്യന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാനായി. ഒന്ന്, ആദ്യം പണം വേണം, ഇല്ലെങ്കിൽ നല്ല ജാതിയുടെ പേര് പറയുന്ന ജാതി വേണം, ഇല്ലെങ്കിൽ നല്ല പഠനം കാണണം. ഈ 3ഉം എൻ്റെ ജീവിതത്തിലേക്ക് ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെട്ടപ്പോൾ, അപ്പൊ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പിശാചി എന്നെ മുതലെടുക്കുവാനിടയായി. അപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങുവാനിടയായി. അപ്പൊ പണം ഉണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂട്ടരൊക്കെ ഇങ്ങനെ കൂട്ടങ്ങൾ ചെയ്യുന്നവരാണ്. ഈ കൂട്ടത്തിലേക്ക് ഞാനും ഒരാളായി തീരുവാനിടയായി. അനേക കർണാടക, തമിഴ്നാട്, കേരളം ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ ജനങ്ങൾ ഇപ്പോഴും വസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും പുറപ്പെട്ടു പോയി കൊള്ളയും കൂടിയും അടിച്ച് ഇങ്ങനെ വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇപ്പോഴും കുറെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ആരെങ്കിലും നിങ്ങൾ രക്തം മണത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ രക്തത്തെ ഒരു ദിവസം മുഴുവതും കുടിച്ചു നോക്കിയ ഒരു മനുഷ്യനാണ്. മനുഷ്യന്റെ രക്തത്തെ മുഴുവനെയും, അതായത് വേറെ ആളുടെ രക്തമല്ല, എൻ്റെ രക്തം തന്നെ ഞാൻ എൻ്റെ തൊണ്ടയ്ക്കകത്ത് എപ്പോഴും ഞാൻ ബ്ലേഡ് വെച്ചിരിക്കും, വായനകത്ത് ബ്ലേഡ് വെച്ചിരിക്കും. ഇങ്ങനെ കയ്യിൽ ബ്ലേഡ് കൊണ്ടുപോയി തൊണ്ടയ്ക്കകത്ത് ഇറക്കി അതിൻ്റെ രക്തത്തെ വെളിയിലെടുത്ത് ആ രക്തം ഞാൻ
കുടിച്ചു നോക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഓരോ ദിവസം കുടിച്ച് ഇങ്ങനെ ഓരോ ദിവസങ്ങളും എൻ്റെ ശരീരത്തെ ഞാൻ ഒരുക്കി എടുത്തുകൊണ്ട് 2001 മുതൽ ഞാൻ ഒരു 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 വലിയ ഒരു മോഷ്ടാവായിട്ട് മാറുവാനിടയായി. അങ്ങനെ 1-2 കേസുകളല്ല, ഒരുപാട് അനവധി കേസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും എന്നെ തേടാൻ വേണ്ടി പോലീസുകാർക്ക് ഒരു വലിയ ഒരു വഴിത്തിരിവ് ഞാൻ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഞാൻ 2001 മുതൽ 2005 വരെ 4 കൊല്ലമായിട്ട് എൻ്റെ ജീവിതം തന്നെ തകിടം മറിഞ്ഞു പോയി. അങ്ങനെ ഒരു പാവപ്പെട്ടവനായി പട്ടിണിയായി കിടന്ന ജീവിതത്തിൽ ഇരുന്ന് ഒരു വഴി ഇങ്ങനെ മാറുവാനിടയായി. അങ്ങനെ മാറിയ ശേഷം 2002 2003 തോന്നുന്നു എനിക്ക് ഞാൻ വിവാഹം കഴിക്കുവാനിടയായി. അങ്ങനെ കേസുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജാതിയിൽ ഒരു ഇതുണ്ട്, ഇങ്ങനെ വലിയ കേസുകളും ഇങ്ങനെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്തേക്കും, അവർക്കൊരു കുടുംബമാക്കി വെച്ചേക്കും. അങ്ങനെയാണ് എനിക്കും ഒരു 22 വയസ്സ് 22 വയസ്സാകുമ്പോൾ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ മോഷണം നിർത്തില്ല, കൂടുതലും തന്നെ മോഷണം ചെയ്യുവാനിടയായി. അപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല ഒരു അനുഗ്രഹപ്പെട്ട ഒരു കുഞ്ഞായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2005 വരുമ്പോ ആ ഒരു സ്ഥാനത്തിലേക്ക് ദൈവം ഒരു തീരുമാനം എടുത്തു വെച്ചിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് കൊള്ളാവുന്നവനായി ദൈവം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പിടിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തെ ദൈവം മുന്നമേ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്. ബൈബിൾ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് എന്ന് ദൈവവചനം പറയുന്നത് പോലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ദൈവം കണ്ട ഒരു മനുഷ്യനെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം തിരിച്ചുവിടും. കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ സ്ഥലത്ത് നിന്ന് ഉരുവാക്കുന്ന ദൈവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എൻ്റെ എല്ലാം ശൂന്യമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതിരുന്നു. ഞാൻ ഒന്നിനും പ്രയോജനമില്ലാത്തവനായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു തലവേദനയായിരുന്നു. റോട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ രാത്രിയാകുമ്പോൾ ഞാൻ ഒരു ക്രൂരവിരുദ്ധ മനുഷ്യനായി മാറുവാനിടയാകും. എൻ്റെ ജീവിതം തന്നെ മാറുവാനിടയാകും. അങ്ങനെ ഒരു കൂട്ടത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് 2005 വരെ എൻ്റെ ഇഷ്ടത്തിന് കർത്താവ് എന്നെ വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ 2005 28-ാം തീയതി 8-ാം മാസം 28-ാം തീയതി രാത്രിയിൽ തന്നെ ദൈവം കുറിച്ചിരുന്ന ഒരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോ എന്നെ ഒരു ടൈറ്റ് ആക്കുവാനിടയായി. അത്ര ദിവസം ലൂസിൽ വിട്ടുകൊണ്ടിരുന്ന എന്നെ അന്നത്തെ രാത്രിയിൽ ദൈവം എന്നെ ടൈറ്റ് ആക്കുവാനിടയായി. 29-ാം തീയതി 8-ാം മാസം 29-ാം തീയതി അതിരാവിലെ എന്നെ പോലീസുകാരുടെ കയ്യിൽ പിടികൂടുവാനിടയായി. 5 വർഷം തമിഴ്നാടും കേരളവും പല തലത്തിലേക്ക് തേടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, തമിഴ്നാട് ഗവൺമെന്റ് ഞങ്ങളെപ്പോലെ ആൾക്കാരെ വെടിവെക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് കരുണാനിധി ആയിരുന്നു. അന്ന് വെടിവെച്ച് കൊല്ലണം എന്നാണ് അവരുടെ ഒരു തീരുമാനങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നപ്പോ എന്നെ അന്ന് രാത്രിയിൽ ഒരു പോലീസുകാരുടെ വീട്ടിലാണ് കയറിയത്. അടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസുകാർ DSPയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയും അവരെ പിടിച്ച് അടിക്കുകയും ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി. അവിടെ നിന്ന് പോയി രാവിലെ ഒരു 8 മണിയോളം അടുത്തോളം ആകുന്ന സമയത്തിലേക്ക് ദൈവം എന്നെ പിടിച്ചെന്നാണ് എനിക്ക് പറയുവാനിടയാകും. മനുഷ്യൻ പിടിച്ചതല്ല. മനുഷ്യൻ പിടിച്ചിരുന്നെങ്കിൽ എന്നെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. കാരണം എൻ്റെ തലമുടിയിലും എൻ്റെ കൈകാലുകളിലൊക്കെ നിങ്ങൾ നോക്കിയറിയും മുറിവുകൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഈ നെറ്റിയിലൊക്കെ കണ്ട ഇതൊക്കെ ചുറ്റിലിന്റെ അടി കൊണ്ടതാണ്. കാലിലും കയ്യിലും എല്ലാത്തിലും കത്തിക്കൊണ്ട് മുറിവേറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടിച്ച് ചതച്ച് എൻ്റെ ശരീരത്തെ തന്നെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അന്ന് ഞാൻ ഓടിപ്പോകാൻ. പക്ഷേ ഞാൻ പറയും, മനുഷ്യനല്ല എന്നെ പിടിച്ചത്, എൻ്റെ കർത്താവാണ് പിടിച്ചത്. കാരണം അന്ന് പകൽക്കാലം ഇത്ര പേരുടെ മധ്യയിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണമെന്ന് ദൈവത്തിന്റെ മുൻകുറിച്ചത് കൊണ്ട്, ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ദൈവം അറിഞ്ഞത് കൊണ്ടാണ് അന്ന് എന്നെ ദൈവം പിടിപ്പിച്ചത്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുവാനിടയായി. 42 ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് കിടന്നു. ഏത് ഞാൻ വിതച്ചോ അത് മുഴുവനും കൊയ്യാൻ ഇടയായി. ബൈബിൾ വചനം പറയുന്ന പോലെ നന്മ വിതച്ചാൽ നന്മ കൊയ്യും, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും എന്ന് പറയുന്നത് പോലെ വിതച്ചതിനൊക്കെ ഞാൻ കൊയ്യുവാനിടയായി. ചെറു കുട്ടികളെന്നും അറിയത്തില്ല, സ്ത്രീകളെന്ന് നോക്കത്തില്ല. എല്ലാ രീതിയിലും എനിക്ക് ഒറ്റ നോക്കം മാത്രമുണ്ട്, പണം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ പണം ഉണ്ടാക്കിയതൊക്കെ ഇന്ന് ഒന്നുമില്ലാതെ വെളിയിലേക്ക് പോകുവാനിടയായി. അപ്പൊ 2005 തന്നെ അങ്ങനെ പിടിക്കപ്പെടുകയും
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 42 ദിവസം ഇട്ടേച്ചിട്ട് പോലീസിന്റെ ഷൂ പെടാതെ സ്ഥലങ്ങളിലുള്ള എന്റെ ശരീരത്തിൽ എന്റെ കണ്ണു മുതൽ ഉച്ച മുതൽ ഉള്ളം കാൽ വരെ മുളക് പൊടി തേക്കാത്ത സ്ഥലങ്ങളില്ല, അടിച്ച് ചതച്ച് ചൊടിക്കാത്ത സ്ഥലങ്ങളില്ല. 6 മാസം ഭിത്തി പിടിച്ചുകൊണ്ടാണ് നടക്കുവാനിടയായി. കാരണം എന്ന് വെച്ചാൽ അതുപോലെ കേസുകളായിരുന്നു എന്റെ മേലെ. ഞാൻ അതുപോലെ കേസ് ചെയ്തവനായിരുന്നു. അതുകൊണ്ട് എന്നെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് അവർ എന്റെ മേലെ കേസുകൾ വെച്ച് പുറത്തേക്ക് വന്നാൽ ഇവൻ വീണ്ടും ഇതുപോലെ തന്നെ ക്രൂരവൃത്തികൾ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഫുൾ കേസുകളും എന്റെ മേലെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോ കേസുകളും ഭയങ്കരപ്പെട്ട കേസുകളായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഈ വചനത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ ഉണ്ട്. അതായത് തമിഴിൽ പറയുന്നു, യൂതജനങ്ങളുടെ എണ്ണങ്ങളിലും യഹോവൻ കൈക്കും യൂതജനങ്ങളുടെ എണ്ണങ്ങൾക്കും എന്നൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാക്ക് മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും യഹോവ രാജാവിന്റെ കൈകളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. അതായത് പ്രതീക്ഷയിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോ അവന്റെ ജീവിതത്തിലേക്ക് 3 പേര് ഒരു ദൈവത്തിന് അവനെ കുറിച്ച് ഒരു പ്രതീക്ഷ കാണും. അതായത് മനുഷ്യന് ഒരു പ്രതീക്ഷ കാണും, പിശാചിന് ഒരു പ്രതീക്ഷ കാണും. ഇത് തമിഴിലെ എണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് പിശാചിന് ഒരു എണ്ണം കാണും, ദൈവത്തിന് ഒരു എണ്ണം കാണും, മനുഷ്യന് ഒരു എണ്ണം കാണും. ഈ 3 എണ്ണം രക്ഷിക്കപ്പെടുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ച് ഇതുപോലെ തന്നെ പല എണ്ണങ്ങൾ ആർക്കുണ്ടായിരുന്നു? പിശാചിനുണ്ടായിരുന്നു. പിശാച് വിചാരിച്ച ചിന്ത എന്തായിരുന്നു എന്നറിയാമോ? എന്നെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യണം, നശിപ്പിക്കണമെന്നാണ് പിശാചിന്റെ ചിന്തയായിരുന്നു. പക്ഷെ എനിക്ക് ചിന്തയായിരുന്നത് പണം ഉണ്ടാക്കണമെന്ന് ചിന്ത എനിക്കായിരുന്നു. പക്ഷെ എന്നെ കുറിച്ച് ദൈവത്തിന് വേറെ ഒരു ചിന്ത കൊണ്ടായിരുന്നു. ആ ചിന്ത മാത്രമേ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന ദൈവദാസന്മാരായിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ഇതിനകത്ത് കയറി വരുമ്പോ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് ഏത് ചിന്തയിലാണ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടോ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഇടപെടുവാനിടയാകും. നിങ്ങൾ പ്രാർത്ഥനയോട് ആയിരിക്കുന്ന ഇതിനകത്ത് കയറുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന എണ്ണങ്ങൾ, ചിന്തകൾ എന്തായിരിക്കുന്നു എന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യയിൽ വെളിപ്പെടുവാൻ ഇടയാകുമെന്നുള്ള ഉറപ്പോട് നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് എന്ത് ആഗ്രഹത്തോട് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ ആ ആഗ്രഹങ്ങളെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവം നിശ്ചയമാകെ നിങ്ങൾ ജീവിതത്തിലേക്ക് ചെയ്തു തരുവാൻ ഇടയാകും. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ അവിടെ നിന്ന് എന്നെ പിശാച് ചിന്തിച്ചു, കൊണ്ടുപോയി ജയിലറിൽ ഇട്ടേക്കാം, ഇവൻ ഒരിക്കലും വെളിയിൽ വരാൻ പാടില്ല എന്ന് പിശാചിന്റെ ചിന്തയായിരുന്നു. എന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തപ്പെടുമ്പോ മജിസ്ട്രേറ്റ് എന്നെ നോക്കി പറഞ്ഞു, ഒരിക്കലും ജയിലിൽ ഇടിഞ്ഞാൽ എന്താകില്ല, നീ പുറത്തേക്ക് വരികയില്ല, കാരണം അതുപോലെ കേസുകളാണ് നിന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി ജയിലിനകത്ത് തള്ളുവാനിടയായി. അവിടെ വെച്ച് എനിക്ക് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയത്തില്ലല്ലോ, ഇനി എന്റെ കുടുംബത്തെ കാണുവാൻ കഴിയത്തില്ലോ, എല്ലാം അസ്തമിച്ചു പോയി, ഇനി ഒരു ആരംഭമില്ല. ഞാൻ ചെയ്തതായിരിക്കുന്ന ഫലത്തിന് വേണ്ടി കിട്ടിയതായിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു. 1, 2, 3 പ്രാവശ്യം മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. കൈകൾ മുറിച്ച് മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ കുപ്പിച്ചിൽ പൊട്ടിച്ച് ചോറിനകത്ത് വെച്ച് കഴിച്ച് ചെത്താക്കാന്നുള്ള വിചാരിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ശ്രമം നടത്തിയും ദൈവം എന്ത് ചെയ്തില്ല, എന്നെ അങ്ങനെ അനുവദിച്ച് തരാതെ എന്നെ ദൈവം അവിടെ നിന്നൊക്കെ വിടുവിച്ചു. പക്ഷെ അവിടെ കിടക്കുമ്പോൾ നീറുന്ന അനുഭവത്തിൽ കാണുമ്പോ എല്ലാ ദൈവങ്ങളെ വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന എല്ലാ ദൈവത്തെയും വിളിച്ചു കൂവിയിട്ട് അവസാനം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ അവസാനം എല്ലാ ദൈവത്തെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുമ്പോ അവസാനം യേശുവിനെയും വിളിച്ചേക്കാം എന്ന് പറഞ്ഞ്, യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും. പക്ഷേ ആ വിളി ഒന്നും കേട്ടില്ല, ആ ശബ്ദം ഒന്നും കേട്ടില്ല. രാത്രിയാകുമ്പോ ഉറക്കം തന്നെ ഇല്ലാതെ എത്രയോ രാത്രി വേളയിൽ ഉറക്കമില്ലാതെ ഭ്രാന്തനെ പോലെ ആയിത്തീരുന്നു. 6 മാസം ഉറക്കമില്ലായിരുന്നു, ഉറക്കം വരാതെ ഭ്രാന്തനെ പോലെ ആയിത്തീരുന്നപ്പോ ഒരു രാത്രി, ഒരു 2006 6-ാം മാസം 6-ാം തീയതി
26 6 മാസത്തിലേക്ക് എന്നെ അവിടെ നിന്ന് പത്തനംതിട്ട സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുവാനിടയായി. സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ഇട്ടപ്പോ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും രക്ഷയില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ ജയിലിൽ കിടക്കുമ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വെളിയിൽ പോകാമെന്ന്. പക്ഷെ വലിയ ജയിലിൽ കൊണ്ടുപോയിട്ടപ്പോ ഒരിക്കലും പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു പോയി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിങ്ങൾ ഇപ്പൊ പോയി കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ അള്ളു കെട്ടും, പേടി ഉണ്ടാകും. ഈ ജയിലിലാണോ ഇങ്ങനെ ഉണ്ടായിരുന്നത്? അതിനകത്ത് പോകുമ്പോ പോയി കിടക്കുമ്പോ ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. 6 മാസം ഇടികൊണ്ടും ചതച്ചും ശരീരം മുഴുവതും ഒടിച്ചു കൊണ്ടുപോയിട്ടപ്പോ അവിടെയും അടിച്ചു, എന്നെ ചതച്ചു, ശരീരത്തെ മുഴുവതും ചവിട്ടി തൊഴുതെടുത്തു, എല്ലാം കൊണ്ടുപോയി അവസാനം കൊണ്ടുപോയി ഇട്ടപ്പോ ഞാൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഇവിടെ തന്നെ നമ്മുടെ ജീവിതം അവസാനിച്ചു. കാരണം 60 കേസിൽ പ്രതിയായി ഞാൻ അകത്ത് കിടക്കുന്നു. ഒരിക്കലും രക്ഷയില്ല. കാരണം തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞാലേ അവർക്ക് എല്ലാവർക്കും ഒരു ഹരമാണ്. അതുകൊണ്ട് എന്നെ ചതച്ച് പല സ്ഥലത്തിലും കൊണ്ട് ഒടിച്ച് കൊണ്ട് അകത്ത് ഇടുവാനിടയായി. അപ്പോ ഞാൻ അവിടെ കിടന്ന് ഇവിടെ നിന്ന് അവസാനിച്ചല്ലോ, ഇനി ജീവിതമില്ല, എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല, എന്റെ കുഞ്ഞിനെ പോലും കാണാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലായപ്പോ ഞാൻ തീരുമാനിച്ചു മരിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ കിടന്ന് ഞാൻ ഇതുപോലെ ഒരു വാതിലിൽ ഇങ്ങനെ കമ്പി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന്റെ അരികിൽ കൂടി ഒരു മനുഷ്യൻ കടന്നു വരുവാനിടയായി. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് എന്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്ക്. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടുവിക്കുമെന്നു പുള്ളി പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്കാണ് എന്നെ ചിന്തിക്കുവാൻ ഇടയായി. എന്ന് വെച്ചാൽ യേശു എങ്ങനെ വിടുവിക്കും? ഇത്രയോ കാലമായിട്ട് നമ്മളിവിടെ നാട്ടിൽ കിടക്കുന്നല്ലോ, ഒരു മറുപടി ഇല്ലയല്ലോ എന്നുള്ള ചിന്തയിൽ ഉള്ളപ്പോഴാണ് യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ യേശു ആര് എന്നെ സ്നേഹിക്കുന്നില്ല, ആര് എന്നെ കരുതുന്നില്ല, എന്നെ നോക്കുന്നില്ല. പക്ഷെ ആര് എന്റെ അരികിൽ വരുന്നില്ല, എന്നെ കണ്ട് പേടിക്കുന്നുണ്ട്. ഇത്രയും കേസിൽ പ്രതിയാണോ എന്ന് വരുന്നവരൊക്കെ ചവിട്ടുവാൻ അടിക്കാൻ നോക്കുമ്പോ ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ് എന്നെ ചിന്തിക്കുവാനിടയായി. ആ വാക്കാണ് ഇന്ന് നിങ്ങളുടെ മധ്യയിൽ ഒരു ദൈവദാസനായി കൊണ്ടുവന്ന് നിർത്തുന്നു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് ജയിലറിൽ കിടക്കുമ്പോൾ തന്നെ യേശു നിന്നെ സ്നേഹിക്കുന്നു പലവരിടത്തും പറയുവാൻ തുടങ്ങി. അപ്പൊ 2006 യേശുവിനെ സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ ഏറ്റെടുത്തോണ്ട് അത് ജയിലിനകത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തിൽ ഒരു ചാപ്പലുണ്ട്, അവിടെ കൂടെ കടന്നുപോയി ഞാൻ ജയിലില് ഇരിക്കുന്ന ചർച്ചിലെ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അവിടെ കിടന്നപ്പോ തന്നെ എനിക്ക് എല്ലാവരും ചിന്തിക്കും യേശുവിനെ സ്വീകരിച്ച ഉടനെ വിടുതലാണെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയത് വിടുതലയല്ല, എനിക്ക് 30 കൊല്ലം ശിക്ഷ കിട്ടുവാനിടയായി. ഒരു 3 കേസിന് മാത്രം 30 കൊല്ലം ശിക്ഷ, ബാക്കി 40 കേസ് എനിക്ക് പെൻഡിങ് ഉണ്ട്. ഈ 40 കേസിൽ കൂടി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെളിയിൽ വരാൻ യാതൊരു സാധ്യതയില്ല. ഒരു കേസിന് 1 കൊല്ലം ശിക്ഷിച്ചാലും 40 കൊല്ലത്തിന് അധികമായിട്ട് എന്ത് ചെയ്യണം? ജയിലറിയിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. 40 കൊല്ലം മാത്രമല്ല, അനേക കൊല്ലങ്ങൾ അകത്ത് കിടന്ന് നശിച്ചു പോകേണ്ട ഒരു മനുഷ്യനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എടുക്കുവാനിടയായി. ദൈവം എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തിന് കൊള്ളാവുന്നവനായാൽ മാത്രം ഈ ജയിലറിൽ നിന്നെ വിടുവിക്കണമെന്നുള്ള ദൈവസന്നിധിയിൽ ഞാൻ ഒരു പ്രതിഷ്ഠ എടുക്കുവാനിടയായി. ദൈവമേ, അങ്ങ് എന്നെ കൊള്ളാവുന്നവനാക്കുന്നവരെ ഈ ജയിലറിൽ കിടക്കണം എന്നുള്ള ജീവിതത്തിലേക്ക് ഞാൻ പറയട്ടെ. ദൈവം എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അതിനെ മുഴുവനും അവിടെ വെച്ച് ദൈവം എന്നെ പഠിപ്പിക്കുവാനിടയായി. കാരണം ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. സ്കൂളിന്റെ വരാന്തയിൽ പോയി കിടന്ന് അനേക ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, അനേക ദിവസങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? പടിവരാന്തയിൽ പോകാത്ത ഒരു മനുഷ്യനെ ഇന്ന് ബൈബിൾ എടുത്ത് പ്രസംഗിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുമാത്രമല്ല, അനേക നാടുകളിലേക്ക്, അനേക ദേശങ്ങളിലേക്ക് ദൈവം എന്നെ കടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലെ കാരണം വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് ഒരു അവസരം നൽകിയത് കൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. ആ ജയിലറിയിൽ കിടക്കുമ്പോൾ ഒരിക്കലും രക്ഷയില്ല എന്ന് തീരുമാനിച്ച എന്നെ ഇന്ന് നിങ്ങളുടെ മധ്യയിൽ കൊണ്ടുവന്ന് നിർത്തിയത് കർത്താവാണ്. ഹല്ലേലൂയ. ആ വലിയവനായ ദൈവത്തിനെ എത്ര മഹത്വകരിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞാൻ കേരളത്തിലേക്ക് 2005 മുമ്പേ ഞാൻ കേരളത്തിൽ പോകുമ്പോൾ ഏത് രാത്രിയിൽ ഏത് വീട്ടില് മുറ്റത്താണ് കിടക്കേണ്ടത്, ഏത് കടാവറന്തിലാണ് കിടക്കേണ്ടത്, ആരാണ് ഒരു ഭക്ഷണം തരും എന്നുള്ള ആഗ്രഹത്തോട് ഇറങ്ങിപ്പോയ ദിവസങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 2014 ഞാൻ പുറത്തു വരുവാനിടയായി. 2014 വരെ ജയിലിനകത്ത് കിടക്കുവാൻ ദൈവം അനുവദിച്ചു. പക്ഷെ അത്ഭുതകരമായിരുന്നു എന്റെ വിടുതൽ. ആ ജയിലറയിൽ തന്നെ ഒരിക്കലും ഒരു മനുഷ്യന് രക്ഷയില്ല എന്ന് പലവരും എന്റെ കേസുകളിൽ അതുപോലെ കേസുകൾ
അനേകർ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോഴും എന്നെ കൂടെ ഇരിക്കുന്ന പലവർ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്നെ ദൈവം എന്നെ പുറത്തേക്ക് ഇറങ്ങുവാനിടയായി. എപ്പോഴറിയാമോ? അത് ഒരിക്കലും 30 കൊല്ലം ശിക്ഷ പേടിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ വെളിയിൽ വരാൻ സാധ്യതയില്ല എന്ന് അവിടുത്തെ ജയിലധികാരികൾ എല്ലാവരും എന്നെ പിടിച്ച് എന്നെ വീണ്ടും അതുപോലെ കേസുകളിൽ വീണ്ടും കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ദൈവം വെച്ചിരുന്ന ചിന്ത മാത്രമേ എന്നിൽ നിറവേറുവാനുള്ളൂ. അതാണ് പറയുന്നു, അവന്റെ യെഹോവാവിൻ കയ്യിൽ നിന്നും യൂതജനങ്ങളുടെ എണ്ണങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ചു. പത്രോസിനെ വിടുവിച്ചതുപോലെ ഇവരുടെ ചിന്തകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവനെ ഒരു സ്ഥലത്തിൽ അടക്കി വയ്ക്കുവാൻ വേണ്ടിയല്ല, അത് എനിക്ക് വേണ്ടി വേണ്ടപ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കഴുതയാണ്. അതായത് യേശു പറഞ്ഞല്ലോ, ഈ കഴുതയെ കെട്ടവയ്ക്കപ്പെടുമ്പോ ഈ കഴുത ആർക്ക് വേണ്ടിയതാണ്? എനിക്ക് വേണ്ടിയതാണ്, ഇത് കർത്താവിന് വേണ്ടിയതാണ് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞ് അതിന്റെ കെട്ടയച്ചതുപോലെ എൻ്റെ ദൈവം അതിനകത്ത് ചില ദിവസങ്ങളിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയും ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എല്ലാ വിധത്തിലും ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നവരെ അതിനകത്തേക്ക് കഴുതയെ പോലെ കെട്ടപ്പെട്ട് കിടന്നു. പക്ഷെ ദൈവത്തിന് കൊള്ളാവുന്നവനായി മാറിയതിനു ശേഷം ദൈവം കെട്ടിനെ അവിക്കുവാനിടയായി. അങ്ങനെ കെട്ടവിക്കപ്പെട്ട ഒരു കഴുതയായി ഇന്ന് പുറത്തേക്ക് വന്ന് എൻ്റെ ചുമലിലേക്ക് യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പല ഭാഗങ്ങളിലേക്ക് കർത്താവിന്റെ വേലയുമായി സംബന്ധപ്പെടുത്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. അത് മാത്രമല്ല, കേരളത്തിലെ പല പകുതിയിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുമ്പോ എനിക്ക് യാതൊരു പേടിയില്ല. പണ്ടത്തെ കാലത്തിൽ കടന്നു പോകുമ്പോൾ പേടിയോട് കടന്നു പോകും. ഇപ്പൊ എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി കേരളത്തിൽ പല കാറുകൾ വരുന്നുണ്ട്, പല ബൈക്കുകൾ വരുന്നുണ്ട്. പല പേര് റോഡിന്റെ സരികിൽ നിന്നുകൊണ്ട് എന്നെ സ്വീകരിച്ചു. തന്റെ വീട്ടിനകത്ത് കയറ്റുവാൻ പോലും ഒരു മനസ്സില്ലാത്ത ജനങ്ങളുടെ മധ്യയിലേക്ക് അവരുടെ മുറ്റത്ത് മാത്രമല്ല അവരുടെ വീട്ടിന്റെ അകത്ത് കടത്തിക്കൊണ്ടുപോയി അവരുടെ ബെഡിൽ കിടത്തി എന്നെ ഉറക്കാൻ വയ്ക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പല ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുവാനിടയാകും. ഇതിനൊന്നും യോഗ്യതയില്ലാത്ത എന്നെ, ഇതിനൊന്നും അർഹതയില്ലാത്ത എന്നെ, എൻ്റെ ദൈവമേ നീ എന്നെ കണ്ടല്ലോ. നിന്റെ ഗർഭത്തിൽ ഒരു തായിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോ എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വലിയൊരു സാക്ഷ്യം തന്ന് ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നെ ഇറക്കി പുറപ്പെട്ട ദൈവമേ, അങ്ങ് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം തിരികെ തരുവാനിടയായി. 1ാം ക്ലാസ് പഠിക്കാത്ത എന്നെ ഇന്ന് ഒരു വലിയൊരു അധികാരിയെ പോലെ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, റോഡിലേക്ക് കടന്നു പോകുമ്പോ ഒരു പോലീസുകാരൻ എന്നെ നോക്കി. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പോലീസുകാരൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ തലയിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് പോ സാറേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചിരിച്ചു. ഒരു കാലഘട്ടത്തിലേക്ക് പോലീസുകാർ എൻ്റെ തള്ളയും എൻ്റെ തന്തയും വിളിച്ചിട്ട് ചവിട്ടി ഇറക്കി പുറത്തേക്ക് ഇറങ്ങിയ പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറയുക സാറേ എന്നൊരു വിളി. ഈ വിളിക്ക് ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യോഗ്യനല്ല. കാരണം സാറേ എന്ന് വിളിക്കുന്നതിന് ഒരു അർത്ഥം കാണും. പഠിച്ചവർക്കും പദവിയുള്ളവർക്കും പണമുള്ളവർക്കും വിളിക്കേണ്ട ഒരു വാക്കിനെ ദൈവം എന്നെ കൊണ്ട് വിളിപ്പിച്ചു. ദൈവം എനിക്ക് വേണ്ടി വിളിപ്പിച്ചു. ഒരു കാലഘട്ടത്തിലേക്ക് ഒരു പോലീസുകാരന്റെ കാറ് തൊട്ടപ്പോ പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഈ കാറ് തൊടുവാൻ പോലും നിനക്ക് അധികാരമില്ലടാ, നിനക്ക് അത്രയ്ക്ക് ഒരു ഇതില്ലടാ എന്ന് പറഞ്ഞ് എന്നെ അടിച്ചു തരട്ടുവാനിടയായി. പക്ഷേ ഇന്ന് അതിനെക്കാട്ടും വില കൂടിയ കാറിലേക്ക് സഞ്ചരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനൊക്കെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ 2014 അത്ഭുതകരമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുവാൻ ദൈവടയായി. എൻ്റെ കൂടെ 3 കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നു. അതിലൊരുത്ത മരിച്ചു പോയി. അത് മാത്രമല്ല, എൻ്റെ കൂടെ നടന്നതായിരിക്കുന്ന എൻ്റെ കൂടെ നടന്ന പലവരും എന്ത് ചെയ്തു? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇടികൊണ്ടും ചവിട്ടുകൊണ്ടും ചത്തവർ ഒരുപാട് പേരുണ്ട്. മോഷ്ടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരുത്തനെ കത്തിക്കൊണ്ട് കുത്തി തീർത്തു. അങ്ങനെയൊക്കെ കൊല ചെയ്തു നടന്നു. പക്ഷെ എന്നെ മാത്രം ദൈവം അത്ഭുതകരമായി നിർത്തി വെച്ചിരിക്കുന്നു. എത്രയോ അടിയേറ്റിട്ടുണ്ട് ഈ ശരീരത്തിൽ, എത്രയോ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ കർത്താവിനെ അറിഞ്ഞതിനു ശേഷം എൻ്റെ ശരീരത്തെ തൊടുവാൻ പോലും പിശാചിന് അധികാരമില്ല എന്ന് ദൈവം മാറ്റിവെച്ച് ഇന്ന് കർത്താവിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 2014 ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. 2014 2-ാം മാസം 3-ാം തീയതി യേശു ക്രിസ്തുവിനെ
കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ജലത്താൽ സ്നാനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതിന് ശേഷമായിട്ട് 2016 വരെ കർത്താവിന്റെ വേലയുമായി സംബന്ധപ്പെടുത്തി ജോലിയുമായി സംബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവശബ്ദം കേട്ടപ്പോൾ 2016 ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു, നിന്റെ മകനെ, നിന്നെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നീ ജോലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു. ഇതിന്റെ ഇടയിൽ തന്നെ വലിയൊരു സംഭവം എനിക്ക് ജീവിതത്തിലേക്ക് ഇടയിലേക്ക് തകർക്കപ്പെടുന്ന ഒരു സംഭവം എനിക്ക് നടന്നു. ഞാൻ ഏക ആശ്രയമായി വിചാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ കുടുംബം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആകെ എല്ലാവരും നല്ല പണമുള്ളപ്പോൾ എല്ലാ ബന്ധുക്കളും സ്വന്തങ്ങളും ഉണ്ടായിരുന്നു. പണം സമ്പാദിച്ചു കൊടുക്കുമ്പോൾ, മോട്ടിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കേസിൽ അകപ്പെട്ടതിന് ശേഷം ആരും വന്നില്ല. 10-9 കൊല്ലമായിട്ട് ജയിലറയിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി മാത്രം ഭൂമിയിൽ, എൻ്റെ കുടുംബം എന്നെ പോകുമ്പോൾ എന്നെ സ്വീകരിക്കുവാൻ ഇടയാകും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതും എൻ്റെ ഇതിൽ നഷ്ടപ്പെട്ടു പോയി. ഇയ്യോബിനെ പോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ആഞ്ഞടിച്ച് വരുമ്പോൾ എല്ലാവരും തള്ളിപ്പറയുമ്പോൾ അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ യേശുവിനെ സ്വീകരിച്ചതിന്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഈ ബൈബിളിനെ മുറുകെ പിടിക്കുവാനുടെ കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ബൈബിളിനെ പോലും മോട്ടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാട്ടാലടന്ന അടയിലുള്ള ഒരു സ്ഥലത്ത് രാത്രി വേളയിൽ 12 മണിക്ക് ഒരു വീടിന്റെ മുറ്റത്ത് കയറിയ ശേഷം ആ വീട്ടിന്റെ വരാന്തയിൽ കയറി അകത്ത് പോകുമ്പോൾ ഒരു സൈഡിൽ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കകത്ത് കതവ് പൊളിച്ചിട്ട് അകത്ത് കയറിയപ്പോ അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ വള്ളാക്കടിച്ച് കിടക്കുന്നു. മുഖത്തേക്ക് ലൈറ്റ് അടിച്ച് നോക്കുമ്പോ ആ ഒരു മീശയില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു സഹോദരി കിടപ്പുണ്ട്. സഹോദരിയുടെ കഴുത്തിലും കാതിലും ഒന്നുമില്ല. അന്നത്തെ കാലത്തിൽ കാതിൽ കിടന്നാലും കഴുത്തിൽ കിടന്നാലും ഞങ്ങൾ പരിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അലിമാര്, വലിയൊരു അലിമാര് ഉണ്ടായിരുന്നു. അലിമാരിനെ കുത്തി തുറന്നു. അതിനകത്ത് കിടക്കുന്നതായിരിക്കുന്ന ചെറിയ സൂട്ട് കേസൊക്കെ വെച്ചിരുന്നു. ആ സൂട്ട് കേസൊക്കെ വെളിയിൽ കൊണ്ടുപോയി വെച്ച് പരിശോധിച്ചപ്പോ അതിനകത്ത് ഇങ്ങനെ അടുക്കടുക്കായിട്ട് ചില സാധനങ്ങൾ വെച്ചിരുന്നു. അന്ന് അത് എന്താണെന്ന് പോലെ എനിക്ക് അറിയില്ല. പക്ഷെ ഓരോന്നും എടുത്ത് തുറന്നു നോക്കുക. അത് തുറക്കുന്ന മുമ്പേ ഞാൻ വിചാരിച്ചു, ഇത് മൊത്തം കെട്ടുകെട്ടായിട്ട് പണം തന്നെ ഉണ്ട്, ഇവര് സ്വർണം ഉപയോഗിക്കത്തില്ലെങ്കിലും പണം ഇവരുടെ ഒരുപാട് കാണും എന്നുള്ള ആഗ്രഹത്തോടെ അതൊക്കെ ഞാൻ വലിച്ച് എടുത്തുകൊണ്ട് നോക്കിയപ്പോ ഓരോ കാര്യങ്ങൾ തുറന്നു നോക്കുമ്പോ ഇതുപോലെ ബൈബിളുകളായിരുന്നു. ഞാൻ പറയട്ടെ, അന്നത്തെ രാത്രിയിൽ തുറന്നു നോക്കിയപ്പോ ആ വചനം എന്നോട് ഇടപെട്ടില്ലേ ആയിരിക്കാം, എനിക്കറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ലല്ലോ. അന്ന് വചനം ഇടപെട്ടത് കൊണ്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ അതേ സ്ഥലത്തിൽ തന്നെ ഈ കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ എവിടെ മോട്ടിച്ചോ ആ മോട്ടിച്ച സ്ഥലത്ത് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുപോയി നിർത്തി. ഇന്ന് കർത്താവിന്റെ സാക്ഷി പറയുവാൻ, ദൈവത്തിന്റെ വചനം പറയുവാൻ ആ മുറ്റത്ത് വെച്ച്, ആ സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിക്കുക ചെയ്യുന്ന ഒരു ദൈവവചനം എന്ന് പറയുന്ന ഈ കറുത്ത ബൈബിൾ തന്നെ ആയിരിക്കും, അതിനകത്തിരിക്കുന്ന വചനം തന്നെ ആയിരിക്കും എന്നതിന് ഞാൻ ഒരു സാക്ഷിയാണ്. അപ്പൊ അങ്ങനെ ജീവിച്ച അപ്പൊ പുറത്തേക്ക് വരാനുള്ള സമയം ദൈവം കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. 2014 വെളിയിൽ വന്നു. 2016 മുതൽ കർത്താവിന്റെ വേലയിൽ ഇന്ന് വരെ യാഗോണം ചെയ്ത് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ഈ വിരുദനഗർ മാവട്ടത്തില് ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ, ഇതുപോലെ നാടോടി ജനങ്ങളുടെ ഇടയിൽ തന്നെ കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കുന്നു. വചനം ജയിലറയിൽ കിടക്കുമ്പോൾ തന്നെ ദൈവമേ ഞാൻ വിടുതലയാകാൻ പോകുന്നു, എന്നെ ദൈവം വിടുവിക്കാൻ പോകുന്നു, ഏത് ദേശത്താക്ക് പോകണം എന്ന് ദൈവത്തിനോട് ആലോചന ചോദിച്ചപ്പോ ദൈവം എങ്ങനെ പറഞ്ഞു, അതായത് നീ ദേശത്തിൽ കുടിയിരുന്നു സത്യത്തെ മേയ്ത്തുക്കൊൾ அப்படின்னு ഒരു വചനം തമിഴിൽ എങ്ങനെയായിരുന്നു? സംഗീത പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 3-ാം വചനം എന്നോട് ഇടപെട്ടു. അതുപോലെ ദേശത്തെ കടന്നു വന്നു, ഇവിടെ തന്നെ പാത്തുറന്നു. വെളിയിൽ വന്ന ശേഷവും ആ പഴയതായിരിക്കുന്ന അതേ പട്ടിണി കിടപ്പ്, എത്രയോ രാത്രിയിൽ എത്രയോ പകലും പട്ടിണി കിടന്നു. എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞിനെ വിട്ട് പോയപ്പോ എൻ്റെ മോൾ ഈ ഗ്രാമത്തിൽ, ഈ പട്ടണത്തിൽ തന്നെ നടു റോട്ടിൽ എൻ്റെ മോൾ ഒറ്റയ്ക്ക് നിൽക്കുവാനിടയായി. 7 വയസ്സിരിക്കും എൻ്റെ മോൾക്ക്. അപ്പോ എൻ്റെ മോൾ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുമില്ലായിരുന്നു. എൻ്റെ മോൾ ഒറ്റയ്ക്ക് കിടക്കുന്നു. അമ്മ എന്നെ വിട്ടിട്ട് പോകരുതേ, എൻ്റെ മോൾ ഇവിടെ കിടന്ന് കരയുവാനിടയായി. അതൊക്കെ കേട്ടിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വേദന സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ അന്നേ മരിച്ചു പോയേനെ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ നോക്കുവാൻ ആരും പോലും ഇല്ലല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ ചേച്ചിയുടെ കൂടെ ജീവിക്കുവാനിടയായി. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു അപ്പനും ഉണ്ടാകുന്ന അനുഭവം പോലും എനിക്കല്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് 10 കൊല്ലമായിട്ട് എന്നെ അപ്പ എന്ന് വിളിച്ചിട്ടില്ല. കാരണം അപ്പന്റെ അനുഭവം
എന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ണീരോട് വളർന്നവളാണ്. നല്ല ഭക്ഷണം അവർക്ക് കിട്ടിയില്ല. അവളെല്ലാം വെറുത്തേക്ക് കടന്നു വരുമ്പോ അവളെ കൊണ്ട് ഭ്രാന്തിയെ പോലെ അവളായിരുന്നു. അവളെ കൊണ്ടുപോയി മനനോയാളിയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ മനനോയാളിയുടെ ഡോക്ടർ ഞാൻ പോയില്ല. എൻ്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചു. ഇന്ന് എൻ്റെ മോൾ എവിടെ നിന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ പഠിത്തം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുഞ്ഞിന്റെ പഠിത്തം നഷ്ടപ്പെട്ടു പോയി. ഞാൻ പുറത്ത് വന്നതിന് ശേഷം കൂടി എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല, ജോലി ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ജീവിച്ചു കൊണ്ട് കുടുംബം ഉച്ചയാകുമ്പോൾ വിശപ്പ് ഉണ്ടാകുമ്പോൾ പലവരുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്ന്, അപ്പോൾ എനിക്ക് 35-36 വയസ്സായി. അപ്പോൾ അവരുടെ മുറ്റത്ത് നിന്ന് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വാതിൽ അവരെ വിളിക്കുവോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വേലയിൽ സംബന്ധപ്പെടുത്തിയതിനു ശേഷമായി ഈ ഗ്രാമങ്ങളിൽ അനേക പേർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുവാനിടയായി. അനേകം പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ ആശ്വാസം പെടുത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞ് ഇന്ന് നല്ല വിദ്യാഭ്യാസം നൽകിയതായിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ ഭാര്യയായിട്ട് എൻ്റെ മോളെ ഇങ്ങനെ ജീവിക്കുന്നത്. എന്താ ലോകം പറഞ്ഞു അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, അവരെല്ലാം ഇല്ലാത്തവളായി, അവൾ പ്രാന്തിയാകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എൻ്റെ കുഞ്ഞിനെ ഇന്ന് വലിയ ഒരു ചർച്ചിൽ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. 1000 പേര് 2000 പേര് കൂടി വരുന്ന ഒരു ചർച്ചിലേക്ക് ഒരു അസിസ്റ്റന്റ് പാസ്റ്ററെ ഭാര്യയായിട്ട് ദൈവം ജീവിക്കുവാൻ എന്നെ സഹായിച്ചു. ഒന്നുമില്ലാത്ത സ്ഥലത്തിലേക്ക് ഇവിടെ കടന്നു വന്നപ്പോ ഇന്ന് 1-2 ചർച്ച് പണിയുവാനും ഒരു ചർച്ചിന്റെ പണികളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ മുഴുവൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ദൈവം ഉപയോഗിച്ചു. ഇനി അനേക നാടോടി ജനങ്ങളിലേക്ക് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ ഞങ്ങളുടെ നാടോടി ജനങ്ങളുണ്ടോ അവിടെയൊക്കെ കടന്നുപോയി ഈ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് അവിടെയൊക്കെ ഒരു പ്രെയർ മീറ്റിംഗ് ആരംഭിച്ചു. അവിടെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ അനേകർ പ്രാർത്ഥിക്കുക. ഇത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ഒരുപാട് കേരളങ്ങളിലേക്ക് ഞാൻ പറഞ്ഞല്ലേ, എപ്പോഴും കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ആരുടെ വീട്ടിലേക്ക് പോകും, ഏത് മുറ്റത്താ കിടക്കുന്ന ചിന്തയോട് പോയ എന്നെ ഇന്ന് കേരളത്തിൽ അനേക സഭകളിലേക്ക് ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര വല്ലുവിടാന്ന് അറിയാമോ? എൻ്റെ കാര്യത്തെ ഞാൻ ചുരുക്കമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ജീവിതം അത്രയ്ക്ക് തരപ്പിണമായിരുന്നു, അത്രയ്ക്കും താഴ്ത്തപ്പെട്ട ജനങ്ങളായിരുന്നു. എല്ലാവരും വെറുക്കപ്പെടുന്നതായിരുന്നു എൻ്റെ ജീവിതം. പുഴുതിയിലും കുപ്പയിലും കിടന്നതായിരുന്നു എൻ്റെ ജീവിതം. പട്ടിയുടെ കൂടെ ചോറ് കഴിച്ചിട്ടുണ്ട്, പിച്ചയെടുത്ത് ചോറ് കഴിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും കുളിക്കാൻ പോലും ഞങ്ങൾക്ക് മനസ്സ് വരത്തില്ല. റോഡിന്റെ കടയിൽ അങ്ങനെ തരം താഴ്ന്ന ഒരു ജീവിതത്തിലിരുന്ന് കർത്താവ് ഇനി വെള്ള ഉടുപ്പ് പോലെ ഇട്ടുകൊണ്ട് ഒരു ദൈവദാസനായി ദൈവം നയിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുഴുതിയിൽ നിന്ന് മനുഷ്യനെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണെന്ന്, രാജാക്കന്മാർ മധ്യയിലെ ഇരുത്തുന്ന ദൈവമാണെന്ന് എൻ്റെ സാക്ഷി മുഖാന്തരം കടയാനിടയായി എനിക്ക് പറയുവാനിടയാൻ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അനേക വിദ്യാഭ്യാസം പഠിച്ചിരിക്കുന്ന അനേക ദൈവദാസന്മാരുടെ മധ്യയിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തുന്നു. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകും. ദൈവമേ, ഇതിൽ ഒന്നും ഞാൻ യോഗ്യരല്ലല്ലോ, ഇതിന് ഒന്നും ഞാൻ പ്രയോജനമുള്ളവൻ അല്ലല്ലോ. ഇങ്ങനെ പറയുവാൻ, ഇങ്ങനെ നിൽക്കുവാൻ ഇതിൽ എന്തുണ്ട് എനിക്ക്? എൻ്റെ ഇതിൽ നിന്ന് എന്ത് മഹിമയായി ദൈവം എന്നെ കണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ മഹിമ എന്നിൽ നിന്ന് വെളിപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയാകും. അനേക ദിവസങ്ങൾ, അനേക വർഷങ്ങൾ ഏർവാടി എന്ന് പറയുന്ന സ്ഥലത്ത് പിശാച് പിടിക്കുന്ന ഒരു കൂട്ടത്തിൽ കടന്ന് പിശാച് പിടിച്ചവനായിരുന്നു ഞാൻ. എനിക്ക് അതുപോലെ പിശാച് പിടിച്ച് ബാധിക്കപ്പെട്ട് കിടന്ന മനുഷ്യനായിരുന്നു. 20 കൊല്ലത്തിനകത്ത് എല്ലാ ജീവിതത്തും കണ്ട് വെളിയിൽ വന്നു. ചെയ്യാത്ത പണികളില്ല, ചെയ്യാത്ത ക്രൂരവൃത്തങ്ങളില്ല. എല്ലാവറ്റിനെയും യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാവങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു പറയുന്നത് പോലെ എന്നെ ശുദ്ധീകരിച്ച് ഒരു മനുഷ്യനായി മാറ്റി നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ ദൈവം തിരികെ തന്ന് ഇന്ന് കുടുംബമായിട്ട് ജീവിതം നയിച്ച് ഈ വിരുദനഗർ പട്ടണത്തിലെ കർത്താവിന്റെ വേലയുമായി നിർത്തി എൻ്റെ മോളുടെ കല്യാണം നിങ്ങൾക്ക് ആരും അറിയത്തില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാടോടി ജനങ്ങൾ മധ്യയിലെ എൻ്റെ മോളുടെ കല്യാണമാണ് ഇന്നും പലവരുടെ കാതുകളിലും കണ്ണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കല്യാണമാണ്. 10 വയസ്സായി ഇല്ലാതെ എൻ്റെ ജീവിതം നയിച്ചു തുടങ്ങി ഒരു സറ്റും ഉടുപ്പോടെ ഇതിനകത്ത് കയറി വന്നു. ഇന്ന് അനേകർക്ക് കൊടുക്കേണ്ട രീതിയിലേക്ക് ദൈവം എന്നെ സഹായിച്ചു. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചർച്ചിൽ ഒരു ചർച്ച നടത്തി ഇങ്ങനെ ദൈവത്തിന്റെ വേലയുമായി സംബന്ധപ്പെടുത്തി കുടുംബമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന അനേക രോഗികളെ ശുശ്രൂഷ ചെയ്യുന്നു. അനേക പ്രേതങ്ങളെ, അനേക പിശാചുകളെ ദൈവം എന്നെ വെച്ച് ഉപയോഗിച്ച് അനേകം പിശാച് പിടിച്ചവനാണ് ഞങ്ങളുടെ ആരാധനാലയത്തിൽ വരുന്നു. അവർക്കൊക്കെ ദൈവം വിടുതൽ കൊടുത്തു. ഇന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ വ്യാപാരം ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഫുൾ ടൈം കുടുംബത്തിന്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു കുടുംബം, എൻ്റെ മോളെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തു.
എനിക്കൊരു 3 വയസ്സുള്ള കുട്ടിയുണ്ട്. അവൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യമായുള്ള കാര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. എങ്കിലും ഇനി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത്യാവശ്യമായിട്ട് ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്നു. ഞങ്ങൾ അനേക ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അനേക ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായി ഞങ്ങൾക്ക് വാഹനത്തിന്റെ സാഹചര്യങ്ങളൊക്കെ കുറവുള്ള ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ തുടർന്ന് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഭയുടെ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ നാടോടി ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഈ നാടോടി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുമാത്രമല്ല, ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ഇവരുടെ ഇടയിലൊക്കെ ഞങ്ങൾ കുടുംബമായി കടന്നു പോകുന്നു. മുഴു നേരം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇനി ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, അതേപോലെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പല മാനിലങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി ഇനിയും കൊണ്ടുപോകാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനും ഈ മീറ്റിംഗ് എനിക്ക് അനുവദിച്ചു തന്ന ദൈവദാസികൾക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. എന്നെ പരിചയപ്പെടുത്തിയതായിരിക്കുന്ന മേരിക്കുട്ടി സിസ്റ്ററിനും ഈ ഒരു അവസരത്തിൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് എൻ്റെ സാക്ഷ്യം ഇതൊന്നും കഴിഞ്ഞില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്കിലും എനിക്ക് തന്നിരുന്ന സമയത്തിലേക്ക് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവവേല മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാ കാര്യത്തിലും സഹകരണങ്ങൾ വേണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് താന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.